Hello everyone. Here we are going through the class of the novel Station 11 by Emily St. John Mandel. This is the cover page of one of the cover pages of the novel Station 11. And here is our author who has written this novel Station 11. She's a Canadian writer, Emily St. John Mandel. The story happens uh, in a place near ഗ്രേറ്റ് ലേക്സ് റീജിയൻ. ഗ്രേറ്റ് ലേക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഇത് നടക്കുന്നത് എന്നാണ് പറയുന്നത്. And the story that tells us about the things that happened before and after a fictional flu pandemic. ജിയോർജിയ ഫ്ലൂ എന്ന് പറയുന്ന ഒരു പനിയാണ്. ഓക്കെ, ജോർജിയ ഫ്ലൂ സംഭവിക്കുന്നതിന് മുൻപും അതിനുശേഷവുമുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. This particular flu, Georgia flu, that kills most of the population. Uh, this was published in 2014. അപ്പോൾ 2014 ചിലപ്പോൾ ഇതൊരു വിശ്വസിക്കാൻ പറ്റില്ലാത്തൊരു ഐഡിയ ആയിരുന്നിരിക്കാം. പക്ഷെ ഇന്ന് 2025 നിൽക്കുന്ന നമുക്ക് ഒരു COVID-19 എന്ന് പറയുന്ന ഒരു പാൻഡമിക്കിനെ അതിജീവിച്ച നമ്മൾക്കറിയാം അങ്ങനെ സംഭവിക്കാം ഒരു പനി. അതിന് ലോകത്തെ മുഴുവൻ വീട്ടിൽ അടച്ചിരുത്താനും ലോകത്തിൻ്റെ സാധാരണ ആ ഒരു പേസിനെ നഷ്ടപ്പെടുത്താനും ആ ഒരു സാധാരണ ജീവിതത്തെ നിർത്തിവെപ്പിക്കാനും ഒരുപാട് പേരെ നമ്മൾക്കിടയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാനും ഒക്കെ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്കിത് നോക്കുമ്പോൾ ഈ ഒരു ഐഡിയ നടക്കാവുന്നതാണ്. 2014 might be people may not be able to believe if such thing happened to the world. In 2015, this novel, Station 11 won Arthur C. Clarke Award. This is a post-apocalyptic novel. Then what is a post-apocalyptic novel? I know this term is not new to you. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ, അല്ലെങ്കിൽ മറ്റൊരു മാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. ക്ലൈമറ്റ് നെറേറ്റീവ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത. ഈ നോവലിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ആദ്യമേ പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് നോവലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. Depiction of a world drastically changed and destroyed by a catastrophic event. അതായത് ഒരു നശിപ്പിച്ച് കളയുന്ന, ലോകത്തെ തന്നെ നശിപ്പിച്ച് കളയുന്ന എന്തോ ഒരു ഇവന്റ്, അതിനെക്കുറിച്ച്, അത് വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചിട്ടും അത് വരുത്തിയ നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഡെപ്പിക്റ്റ് പറയുന്ന കഥയായിരിക്കും പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് നോവൽ. സ്റ്റേഷൻ 11 അങ്ങനെ ഒരു കഥ തന്നെയാണ്. Then focus on survival and adaptation in the absence of modern society. Modern society, നമ്മളെല്ലാം മോഡേൺ സൊസൈറ്റിയുടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് എൻ്റെ ക്ലാസ് ഇപ്പോൾ ലിങ്കിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് മോഡേൺ സൊസൈറ്റിയുടെ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് നോവല് മോഡേൺ സൊസൈറ്റിയുടെ ഒരു കാര്യങ്ങളും അതിലുണ്ടാവില്ല. അതൊന്നും അവർക്ക് അനുഭവിക്കാനോ ആസ്വദിക്കാനോ പറ്റില്ല. അവരെങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള, സർവൈവ് ചെയ്യാനുള്ള, എങ്ങനെയെങ്കിലും ഈ ലോകത്ത് പിടിച്ചു നിൽക്കാനുള്ള വഴികൾ നോക്കുന്ന ഒരു പറ്റം ആൾക്കാരെ കഥ പറയുന്നതായിരിക്കും. രണ്ടാമത്തത് പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയായിരിക്കും അതിനകത്ത് പറയുക. സ്റ്റേഷൻ 11 അങ്ങനെയാണ് പറയുന്നത്. എക്സ്പ്ലോറേഷൻ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഇൻ എ ഫ്രാഗ്മെന്റഡ് ആൻഡ് അൺസ്റ്റേബിൾ വേൾഡ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇത്തരത്തിലൊരു വലിയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് മരിച്ചു പോവുകയും ഒരുപാട് പേര് നഷ്ടപ്പെടുകയും മറ്റ് പലയിടങ്ങളിൽ ആയി പോവുകയും ചെയ്യും. ഫ്രാഗ്മെന്റഡ് ആവും സൊസൈറ്റി മുഴുവൻ. ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ പീസ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇൻ പീസസ് എന്നാണ് അർത്ഥം. അപ്പോൾ പല പല തട്ടുകളിലും പല പല രീതികളിലും പല പല ഇടങ്ങളിലും ആയിപ്പോവും ഫാമിലിയും സൊസൈറ്റിയും. അപ്പം അതിനെക്കുറിച്ചുള്ള, അവിടെ നമുക്കുണ്ടാവുന്ന ഒരു ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് പോലെയല്ല പലയിടങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഇടമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ, ഹ്യൂമൻ ബീങ്സിൻ്റെ കഥ പറയുന്നത്, അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കഥ പറയുന്നതും ആയിരിക്കും പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് നോവൽ എന്ന് പറയുന്നത്. സ്റ്റേഷൻ 11 അത്തരത്തിലൊരു നോവലാണ്.
ദെൻ നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ബോത്ത് ഫിസിക്കൽ ആൻഡ് മോറൽ ത്രെറ്റ്സ് ഇൻക്ലൂഡിങ് ഡിസീസിനെ കുറിച്ച് പറയും, വയലൻസിനെ കുറിച്ച് പറയും, അതോറിറ്റേറിയൻ കൺട്രോളിനെ കുറിച്ച് പറയും. ഓക്കെ, ഏതെങ്കിലും ഒരു അതോറിറ്റി, എയ്തർ വൺ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മറ്റ് ഒരു കുറച്ചും കൂടി പവർലെസ് ആയിട്ടുള്ള ആൾക്കാരെ ഭരിക്കുന്നതും തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ജനതയുടെ കഥ പറയുന്നതാണ്. തീർച്ചയായിട്ടും സ്റ്റേഷൻ 11 അത്തരമൊരു നോവൽ അതിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്, ഡിസീസിനെ കുറിച്ച് പറയുന്നുണ്ട്, വയലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. Reflection on the value of art, memory and culture in preserving identity. നമ്മളുടെ ആർട്ട്, നമ്മളുടെ ഓർമ്മകൾ, മെമ്മറി ഓർമ്മകൾ, നമ്മളുടെ കൾച്ചർ, ഇതിനെയൊക്കെ പ്രിസേർവ് ചെയ്യുന്ന നമ്മളുടെ ഇതെല്ലാം, അതായത് നമ്മളുടെ കൾച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ഐഡന്റിറ്റിയാണ് അല്ലെ. ഓരോ കൾച്ചറും ഓരോ ജനതയുടെയും ഐഡന്റിറ്റിയാണ്. അപ്പം അതിനെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു കഥയായിരിക്കും. അതിനെങ്ങനെയാണ് മോൾഡ് ചെയ്ത് പ്രിസേർവ് ചെയ്ത് മറ്റ് വരും തലമുറയ്ക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ പറയും. അത്തരം കാര്യങ്ങൾ സ്റ്റേഷൻ 11 പറഞ്ഞു പോകുന്നുണ്ട്. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീ കൊളാപ്സ്, ഈ ഒരു ഇവന്റ് സംഭവിച്ചതിന് മുൻപുള്ള കാര്യങ്ങളും, പ്രസന്റ് പോസ്റ്റ് കൊളാപ്സ്, അതായത് ഇവന്റ് സംഭവിച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ. ഓക്കെ, അതിനെയൊക്കെ കുറിച്ച് കോൺട്രാസ്റ്റ്, എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എന്തൊക്കെ ഉണ്ട്, അതിന്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെയാണ് പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് നോവലിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. Major characters of the novel. Actually, first one, സ്റ്റേഷൻ 11 എന്ന് പറഞ്ഞിട്ട് HBO-യുടെ ഒരു വെബ് സീരീസ് കൂടി ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഇത് തന്നെയല്ല, നോവൽ പറയുന്നത് തന്നെയല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ അതിനകത്ത് എമ്മ വാട്സൺ ആണ് ക്രിസ്ത്യൻ റെയ്മണ്ടിനെ അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എമ്മയുടെ ഇമേജ് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. മറ്റുള്ളതെല്ലാം സംതിങ് ഗൂഗിൾ ചെയ്ത് ഞാൻ AI ക്രിയേറ്റ് ചെയ്ത പിക്ചേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഐ സ്റ്റോക്കിൻ്റെ ഒക്കെ ഉണ്ട്. സോ ഇതല്ല ആർദർ ലിയാണ്ടർ എന്ന് പറയും, ഇറ്റ് മൈറ്റ് നോട്ട് ബി ദിസ്. ബട്ട് എനിക്ക് ഈ ഒരു ക്യാരക്ടറിന് യോജിച്ച ഒരു മുഖം ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, ദിസ് ഇസ് നോട്ട് ദ ആർതർ ലിയാണ്ടർ ഒറിജിനലി. ഓക്കെ, ജസ്റ്റ് ഇമേജിന് വേണ്ടി മാത്രം റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഞാൻ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ദ ഫസ്റ്റ് ക്യാരക്ടർ ഇസ് ക്രിസ്റ്റ്യൻ റെയ്മണ്ട്. ഷീ ഈസ് എ ഫോമർ ചൈൽഡ് ആക്ടർ ഫ്രം ടൊറൻറ്റോ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ ഒരു ഡ്രാമ കമ്പനി. അവിടുത്തെ ഒരു ചൈൽഡ് ആക്ടർ ആയിരുന്നതാണ് ക്രിസ്റ്റ്യൻ റെയ്മണ്ട്. She was 8 when the Georgia flu destroys her world. അപ്പോൾ ജോർജിയ ഫ്ലൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൾക്ക് വെറും 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇനീഷ്യലി ഷീ ആൻഡ് ഹർ ബ്രദർ ആർ ദ ഓൺലി സർവൈവേഴ്സ് ഇൻ ഹർ ഫാമിലി. മറ്റുള്ള എല്ലാവരും മരിച്ചുപോയി. ഫാമിലിയിൽ ഈ ക്രിസ്റ്റ്യൻ റെയ്മണ്ടും അവളുടെ ബ്രദറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ആസ് ദേ ട്രാവൽ ഹീ ഡൈസ് ടു. അപ്പോൾ ഒരിടത്ത് മാത്രം അവർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ട ഒരു പാൻഡമിക് പോലെയല്ല നോവലിൽ പറയുന്നത്. എല്ലാ മോഡേൺ വേൾഡിൻ്റെ എല്ലാ സൗകര്യങ്ങളും നശിച്ചു പോകുന്ന, അതും നമ്മൾ കാണുന്നത് 1-2 വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് നമ്മൾ പാൻഡമിക്കിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതൊരു 20 years ആണ് പറയുന്നത്. അപ്പം അത്രയും വർഷം ഒന്നും ലോകത്ത് നടക്കാതിരിക്കുമ്പോൾ ഒരുപാട് പേര് മരിച്ചു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് ഇലക്ട്രിസിറ്റി ഇല്ലായ്മ, വെള്ളം സപ്ലൈ ഇല്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അവളുടെ ബ്രദർ മരിക്കുന്നുണ്ട്. She joins the traveling symphony as a teenager. Traveling symphony, ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ അഭിനയിക്കുന്ന, ഇങ്ങനെ കൾച്ചർ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾക്ക് പാൻഡമിക്കിന് ശേഷം പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആണ് ട്രാവലിംഗ് സിംഫണി. അതിൽ അവൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു ടീനേജർ ആവുമ്പോഴാണ് അവൾ ജോയിൻ ചെയ്യുന്നത്. She becomes obsessed with actor Arthur Leander,
whose death she witnessed as a child on the first day of the pandemic. അപ്പോൾ ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ആർത്തർ ലിയാൻഡറിന്റെ മരണമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ അത് വിറ്റ്നസ് ചെയ്യുന്ന ആളാണ്, അത് നേരിട്ട് കാണുന്ന, സ്റ്റേജിൽ നിന്നുകൊണ്ട് നേരിട്ട് കാണുന്ന ആളാണ് ക്രിസ്റ്റ്യൻ റെയ്മണ്ട് എന്ന് പറയുന്നത്. ആർത്തർ ലിയാൻഡറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളും അദ്ദേഹം അദ്ദേഹത്തിന് വളരെ ഒബ്സഷൻ ഉണ്ടായിട്ടുള്ള ഒരാളും കൂടിയിട്ടാണ് ക്രിസ്റ്റൻ റെയ്മണ്ട്. ദെൻ ആർത്തർ ലിയാൻഡർ. ആർത്തർ ലിയാൻഡർ is a wildly successful film actor ആണ്. He is originally from Delano Island in British Columbia. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് കാനഡയുടെ കുറച്ച് മെൻഷൻ പറയുന്നുണ്ട് എന്നുള്ളത്. ഡെലിനോ ഐലൻഡിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആണെങ്കിൽ കൂടിയും വളരെ ഷിഫ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ ലേസി എന്നുള്ള മീനിങ് ആണ് ഷിഫ്റ്റ്ലെസ്സിന് വരുന്നത്. അൺഹാപ്പി. ആൻഡ് ഹി മാരീസ് 3 times. 3 തവണ കല്യാണം കഴിക്കുന്ന ഒരു ആക്ടറാണ് ആർത്തർ ലിയാൻഡർ. He dies on stage of a heart attack while portraying King Lear at age 51. വില്യം ഷേക്സ്പിയറിന്റെ ഒരു നാടകമാണ് കിങ് ലിയർ എന്ന് പറയുന്നത്. ഒരു ഷേക്സ്പിയറിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാജഡിയാണ്. അതിനകത്ത് കിങ് ലിയറിനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 51ാമത്തെ വയസ്സിൽ സ്റ്റേജിൽ വെച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആർത്തർ ലിയാൻഡർ മരിക്കുന്നത്. അതാണ് ഈ ഒരു നോവലിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. പാൻഡമിക് ടേക്സ് ഹോൾഡ് ഇൻ ദ സെയിം നൈറ്റ്. അതേ രാത്രി തന്നെയാണ്, പെട്ടെന്ന് തന്നെയാണ് പാൻഡമിക് എല്ലാവരെയും ബാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ജീവൻ ചൗധരി. ഒരു കനേഡിയൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടായിരിക്കും, ഹീസ് നോട്ട് എൻ ഇന്ത്യൻ എന്ന് എവിടെയും പറയുന്നില്ല. കാനഡയിൽ ചൗധരി എന്നുള്ള പേരൊക്കെ, ജീവൻ എന്നുള്ള പേരും ചൗധരി എന്നുള്ള പേരൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള നെയിംസ് ആണ്. കാരണം അവിടെ ഒരുപാട് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ദാറ്റ് മൈറ്റ് ബി ദ റീസൺ ഫോർ ദിസ് നെയിം. കാനഡ എന്നുള്ളൊരു ഇത് വരുന്നതുകൊണ്ട്, ബാക്ക്ഗ്രൗണ്ട് വരുന്നതുകൊണ്ട്. So Jeevan Chowdhury is a former paparazzo. Paparazzo എന്ന് പറഞ്ഞാൽ you might know the meaning. അതായത് ഫിലിം സ്റ്റാർസും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പേഴ്സണൽ ലൈഫ്സ് ഫോട്ടോസ് എടുക്കാനും അവരുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുമായിട്ട് നടക്കുന്ന, അതിൽ നിന്ന് സമ്പാദിക്കുന്ന ആൾക്കാരെയാണ് പെപ്പറാസോ എന്ന് പറയുന്നത്. പെപ്പറാസോ the term is very famous when the news of Princess Diana was there. She was living. അവർ ഉണ്ടായിരുന്നപ്പോൾ വളരെയധികം എല്ലാവർക്കും ഫേമസ് ആയിരുന്ന ഒരു ടേമാണ് പെപ്പറാസോ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ജോലി മടുത്തിട്ട് അദ്ദേഹം എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റ് ആവുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അവിടെയും അതുമല്ല അദ്ദേഹത്തിന്റെ തൊഴിൽ എന്ന് മനസ്സിലാക്കുകയും he becomes an emergency medical technician or EMT. Actually his life intersects with Leander's at key moments. ഈ ആദ്യ ലിയാൻഡറിന്റെ ലൈഫിലെ വളരെ കീ മൊമെന്റ്സിലെല്ലാം തന്നെ ജീവൻ ചൗധരി അവിടെ വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ റീസൺ ആയിട്ട് ജീവൻ ചൗധരി ആ ഒരു മൊമെന്റിൽ ഉണ്ടാവുന്നുണ്ട്. ലേറ്റർ ഹി ബിക്കംസ് എ ഡോക്ടർ. പാൻഡമിക്കിന് ശേഷം അദ്ദേഹം ഒരു ഡോക്ടർ ആവുകയും ദെൻ ഫൈൻഡിങ് മീനിങ് ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ്. നെക്സ്റ്റ് ഇസ് ഫ്രാങ്ക് ചൗധരി. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ജീവൻ ചൗധരിയുടെ ബ്രദറാണത്, ദ ചൗധരി റിലേഷൻ. ദെൻ ഹി ഈസ് paraplegic. എന്താണ് പാരാപ്ലജിക്? വൺ ഹൂ ഇസ് പാരലൈസ്ഡ്. ഓക്കെ, ബോഡിയുടെ ലോവർ പാർട്ട് പാരലൈസ്ഡ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ പാരാപ്ലജിക് എന്ന് പറയുക. ഹി വാസ് എ ഫോമർ വാർ റിപ്പോർട്ടർ വൂണ്ടഡ് ഇൻ ലിബിയ. ലിബിയയിൽ വാർ റിപ്പോർട്ടർ ആയിരുന്ന ആളാണ്. But now that means at the time of pandemic, he is a ghost writer who lives a life of solitude in his apartment. സ്വന്തം അപ്പാർട്ട്മെന്റിൽ തന്നെ ജീവിക്കുന്ന ഒരു ഗോസ്റ്റ് റൈറ്റർ, ഗോസ്റ്റുകളെയൊക്കെ കുറിച്ച് എഴുതുന്ന ഒരു മനുഷ്യനാണ് ഫ്രാങ്ക് ചൗധരി. നെക്സ്റ്റ് ക്യാരക്ടർ ഇസ് മിറാൻഡ കാരോൾ. ആർത്തറിന്റെ ഫസ്റ്റ് വൈഫാണ് മിറാൻഡ കാരോൾ.
and he is 11 years junior to Arthur. ആർത്തറിനെക്കാളും 11 വയസ്സിന് ഇളയതാണ് മിരാൻഡ കെറോൾ. ആൻഡ് ഓൾസോ ആദ്യം അവരൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു എങ്കിൽ കൂടിയും ഓക്കെ ഇതേ ഡെലേനോ ഐലൻഡിൽ നിന്ന് തന്നെ വരുന്ന അദ്ദേഹത്തിന്റെ അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലേഡിയാണ് മിറാൻഡ കെറോൾ എന്ന് പറയുന്നത്. ഷി വാസ് അദ്ദേഹത്തിനെ പോലെ തന്നെ ആ ഐലൻഡിൽ നിന്ന് അംബീഷൻ തേടി യു എസിലേക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് വരുന്ന ഒരാളാണ് മിറാൻഡ കെറോളും. അവര് പഠിക്കാൻ വേണ്ടി ആർട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ. ആൻഡ് ആദ്യം അവര് ഗ്രാഫിക് നോവലിസ്റ്റ്, അതായത് ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ കൂടിയും അതുകൊണ്ടാണ് ഷീ ഈസ് ദ വൺ ഹൂ ക്രിയേറ്റ്സ് ദ ഗ്രാഫിക് നോവൽ സ്റ്റേഷൻ 11. ഇറ്റ് ഈസ് എ ബുക്ക് അബൌട്ട് ഡോക്ടർ ലെവനെ കുറിച്ച് പറയുന്ന ഒരു ആ ഒരു നോവലും ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് നോവൽ എന്നുള്ള രീതിയിലാണ് ഇതിനകത്തും പറയുന്നത്. ഓക്കെ, ഒരു അബാൻഡൻഡ് പ്ലാനറ്റിൽ ജീവിക്കുന്ന അവിടുത്തെ കഥകളും ഒക്കെ പറയുന്ന ഒരു കഥയാണ് സ്റ്റേഷൻ 11. ഈ നോവലിനകത്തെ മിറാൻഡ കെറോൾ എഴുതിയ സ്റ്റേഷൻ 11. ഓക്കെ, ആ പേരിലാണ് മുഴുവൻ നോവൽ ഉള്ളത്. ഓക്കെ, പിന്നീട് ഷീ ബിക്കംസ് എ പ്രൊഫിഷ്യന്റ് ബിസിനസ് വുമൺ. അതായത് ഫസ്റ്റ് ഷീ വാസ് എൻ ആർട്ടിസ്റ്റ്, ദെൻ ഷീ മാരീസ് ആർത്തർ. ആഫ്റ്റർ ദെൻ ദേ ഗോട്ട് ഡിവോഴ്സിന് ശേഷം അവരൊരു ബിസിനസ് വുമനായി മാറുകയാണ് ചെയ്യുന്നത്. ഷോർട്ട്ലി ബിഫോർ ആർത്തേഴ്സ് ഡെത്ത് മിറാൻഡ ഗിവ്സ്, അതായത് ഈ ഒരു പാൻഡമിക്കിന് തൊട്ട് മുൻപ്, അതായത് ആർത്തർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ആർത്തറിന്റെ പാരന്റ്, അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് മിറാൻഡയെ അറിയിക്കുകയും മിറാൻഡ അതിന് ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടി ആർത്തറിന്റെ അടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആർത്തർ മിറാൻഡയോട് സ്റ്റേഷൻ 11ന്റെ കാര്യം, ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ചെയ്തതാണ് സ്റ്റേഷൻ 11. അപ്പൊ അവർ കല്യാണം കഴിച്ചിരുന്ന സമയത്ത് പോലും അവർ സ്റ്റേഷൻ 11ന്റെ വർക്കിലായിരുന്നു. അപ്പൊ സ്റ്റേഷൻ 11നെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കംപ്ലീറ്റഡ് ആയ 2 കോപ്പി മിറാൻഡ കെറോൾ ആർത്തറിന് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കോപ്പി അവർ കൊടുക്കുന്നത് ടൈലറിന്. ടൈലർ എന്ന് പറഞ്ഞാൽ ആർത്തറിന്റെ 8 years ഉള്ള സണ്ണാണ്. രണ്ടാമത്തെ കോപ്പി കൊടുക്കുന്നത് സണ്ണിനെ പോലെ തന്നെയുള്ള, അതായത് മകന്റെ അതേ പ്രായമുള്ള മകളെ പോലെ തന്നെയുള്ള ചൈൽഡ് ആക്ട്രസ് ആയിട്ടുള്ള ക്രിസ്റ്റൻ ആണ് രണ്ടാമത്തെ കോപ്പി ആർത്തർ കൊടുക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് ഡോമിനന്റ് ക്യാരക്ടർ ഇസ് ക്ലാർക്ക് തോംസൺ. ആർത്തറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ക്ലാർക്ക് തോംസൺ. ഹീസ് എ ബ്രിട്ടീഷ് മാൻ, ഹീസ് എ ബ്രിട്ടീഷ് മാൻ. ആക്ച്വലി ഏതൊരു ആക്ടറിന്റെ സാധാരണഗതിക്ക് ഏതൊരു ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ ആരും ഇല്ലാത്ത ഒരു ആക്ടർ വരിക എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ഫസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ആ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ് ക്ലാർക്ക് തോംസണും ആർത്തറും. അതിനുശേഷം അദ്ദേഹം ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആവുകയും പോസ്റ്റ് കൊളാപ്സിന് ശേഷം, അതായത് ഈ ഒരു പാൻഡമിക്കിന് ശേഷം, ജോർജിയൻ ഫ്ലൂവിന് ശേഷം അദ്ദേഹം ഒരു ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ മ്യൂസിയത്തിന്റെ നടത്തിപ്പുകാരനെയാണ് ക്യൂറേറ്റർ എന്ന് പറയാ. ഒരു ക്യൂറേറ്റർ ആവുകയാണ് ചെയ്യുന്നത്. കാരണം പഴയ 20 വർഷം മുൻപ്, ഈ പാൻഡമിക്കിന് മുമ്പ് ഉണ്ടായിരുന്ന കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, സിവിലൈസേഷനുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിസർവ് ചെയ്ത് വെക്കുകയും അത് നാളത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും കൈമാറാൻ വേണ്ടിയിട്ടും നിൽക്കുന്ന ഒരു ക്യൂറേറ്റർ ആയിട്ടാണ് പിന്നീട് ക്ലാർക്ക് തോംസൺ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടർ ടൈലർ ലിയാൻഡർ. ലിയാൻഡർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നേരത്തെ ജീവൻ ചൗധരിയും ഫ്രാങ്ക് ചൗധരിയും പറഞ്ഞതുപോലെ ദിസ് പേഴ്സൺ ഇസ് ദ സൺ ഓഫ് ആർത്തറിന്റെയും സെക്കൻഡ് വൈഫായിട്ടുള്ള എലിസബത്തിന്റെയും മകനാണ് ടൈലർ ലിയാൻഡർ. He grows up in Jerusalem, away from his father. ഡിവോഴ്സിന് ശേഷം അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറിയാണ് താമസിക്കുന്നത്. അതിനുശേഷം അവര് ഒരു സെവോൺസ് സിറ്റി എയർപോർട്ടിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ കഥ പറയുമ്പോൾ, സമ്മറി പറയുമ്പോൾ കൂട്ടത്തിൽ പറയാം. He and his mother eventually leave with a religious cult. അദ്ദേഹവും ടൈലർ ലിയാൻഡറും അദ്ദേഹത്തിന്റെ അമ്മയും
പുതിയ ഒരു റിലീജിയസ് കൾട്ട് ഒരു ഗ്രൂപ്പിലേക്ക് അത് വിശ്വാസത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് വരുന്നത് ദ പ്രൊഫറ്റ്. ഈ പ്രൊഫറ്റിന്റെ ഒന്നും പിക്ചേഴ്സ് ഇതിലുള്ളിലുള്ള പിക്ചേഴ്സ് അല്ല, അല്ലെങ്കിൽ വെബ് സീരീസിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ളതുമല്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ഇമേജ് ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട്. ഓക്കെ, it's a kind of a representative image. This prophet is a charismatic and violent figure. വളരെ കാണുമ്പോൾ നമുക്ക് വളരെ സൈലന്റ് ആയിട്ടുള്ള ഫിഗർ ആണ് എന്ന് തോന്നുകയും എന്നാൽ ആ വരവിൽ തന്നെ ഭയപ്പാട് ഉളവാക്കുകയും ഒരുപാട് വയലൻസും ഉള്ള ഒരു ക്യാരക്ടറാണ് പ്രൊഫറ്റിന്റെ ക്യാരക്ടർ നോവലിനകത്ത്. ഈ പ്രൊഫറ്റ് ആണ് ഈ കൾട്ട് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഒരു കുറച്ച് ഒരു പ്രത്യേക മതവിശ്വാസത്തിൽ ഉള്ള ആൾക്കാരാണ്, അവരെ നയിക്കുന്നത് പ്രൊഫറ്റ് ആണ്. അതിനുശേഷം ട്രാവലിംഗ് സിംഫണിക്ക് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റിന്റെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യൻ ജോയിൻ ചെയ്യുന്ന ആ ഒരു ട്രാവലിംഗ് സിംഫണിക്ക് ഭീഷണിയാവുകയും ചെയ്യുന്ന ഒരാളാണ് പ്രൊഫറ്റ്. Then we talk about the summary of the novel. ഇതിനകത്ത് ബിഫോർ ദ കൊളാപ്സ്, അതായത് ഇയർ 0 എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, ഡ്യൂറിങ് എ പെർഫോമൻസ് ഓഫ് കിങ് ലിയർ ഇൻ ടൊറന്റോ ഡ്രാമ കമ്പനിയിലെ ഒരു കിങ് ലിയറിന്റെ പെർഫോമൻസിന്റെ ഇടയ്ക്ക്, കിങ് ലിയർ ആയിട്ടുള്ള ആർത്തർ ലിയാൻഡറിന്റെ പെർഫോമൻസിന്റെ ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആർത്തർ ലിയാൻഡർ മരിക്കുന്നു. അവിടെ തന്നെ ഓഡിയൻസിൽ ആർത്തർ ലിയാൻഡർ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് ജീവൻ ചൗധരി. ഓഡിയൻസിന്റെ ഇടയ്ക്ക് ജീവൻ ചൗധരിയും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടും ഈ ഒരു കിങ് ലിയർ പെർഫോമൻസ് കാണാനിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മുൻപേ പാപ്പരാസിയും എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റും ഒക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹം പിന്നീട് ഈ ഒരു എമർജൻസി മെഡിസിനിൽ പഠിക്കുകയും അതിൽ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആർത്തർ ലിയാൻഡർ സ്റ്റേജിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വീഴുന്നത് കാണുമ്പോൾ ജീവൻ ചൗധരി പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ആർത്തർ ലിയാൻഡറിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു ഫലം കാണുന്നില്ല, ആർത്തർ മരിക്കുകയാണ്. അപ്പൊ കൂട്ടത്തില് ഒരു വളരെ ചെറിയ ക്രിസ്ത്യൻ റെയ്മണ്ട് എന്ന് പറയുന്ന ഒരു കൊച്ചുകുഞ്ഞ്, 8 വയസ്സുള്ള ഒരു കൊച്ചുകുഞ്ഞ് നിപ്പുണ്ട്. ഒബ്വിയസ്ലി അത്രയും ചെറിയ കുട്ടികൾ ഇത്തരം ഒരു മരണം മുന്നിൽ കാണുമ്പോൾ പേടിച്ചു പോകും. പാരൻസ് ഒന്നും അവിടെ ഇല്ല, അഭിനയിക്കാൻ കൊണ്ടുവിട്ടിട്ട് പാരൻസ് എവിടെയോ പോയിരിക്കുകയാണ്. എവിടെയാണെന്നൊന്നും അപ്പൊ പറയുന്നില്ല. ഓക്കെ, അവരെ വളരെ കംഫർട്ട് ആക്കുകയും അന്ന് ഒരു ജേർണലിസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് ജീവൻ ചൗധരി മനസ്സിലാക്കുന്നു ജോർജിയ ഫ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു പെട്ടെന്ന് സ്പ്രെഡിങ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഫ്ലൂ വന്നിട്ടുണ്ട്, നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു ജേർണലിസ്റ്റ് ഫ്രണ്ടാണ് ജീവനെ വിളിച്ച് പറയുന്നത്. ഓക്കെ, ജീവൻ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്റ്റോറിൽ പോയി, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കാര്യങ്ങളെല്ലാം അത്യാവശ്യത്തിന് വേണ്ട സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ബ്രദർ ഫ്രാങ്കിന്റെ അടുത്തേക്ക് പോവാണ്. കാരണം ഫ്രാങ്കിന് യാത്ര ചെയ്യാൻ പറ്റില്ല, പാരലൈസ്ഡ് ആണ്, വീൽ ചെയറിലാണ്, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഗേൾ ഫ്രണ്ടിനോട് വിളിച്ചു പറയുന്നുണ്ട്, നീ എങ്ങനെ വേണമെങ്കിലും എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെട്ടോളൂ, ഫാമിലിയുമായിട്ട് രക്ഷപ്പെട്ടോളൂ, ഒരു ഫ്ലൂ വരുന്നുണ്ട്, അത് എല്ലാവരെയും കൊന്നുകളയാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് മരിച്ചു പോവുകയാണ് പിന്നീട് ചെയ്യുന്നത്. അവർക്ക് ഒരു പരിധി ഉണ്ടല്ലോ, കാരണം രക്ഷപ്പെടാൻ പരിധികൾ ഉണ്ടായിരുന്നു. അവര് മരിച്ചു, അവരുടെ ഫാമിലി. ഇവിടെ ഫ്രാങ്കിന്റെ കൂടെ ജീവൻ നിൽക്കുകയും ഒരുപാട് പേരെ ഈ ഒരു ഫ്ലൂ കൊല്ലുകയാണ് ചെയ്യുന്നത്. Then we talk about Arthur Leander's early life and career journey. ഇതിന്റെ ഈ ഒരു നോവലിന്റെ പ്രത്യേകത, ഇതൊരു കൃത്യമായിട്ടൊരു ക്രോണോളജിക്കൽ ഓർഡർ മീൻസ് ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള കഥയല്ല പറയുന്നത്, പോസ്റ്റ് മോഡേൺ നോവലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചാപ്റ്ററിൽ ആർത്തർ ലിയാൻഡർ മരിക്കുകയും ജീവൻ ചൗധരി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട്
ആവശ്യമുള്ള കാര്യങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് ഫ്രാങ്കിന്റെ അടുത്തോട്ട് പോവുകയും ചെയ്യുന്ന കാര്യം പറഞ്ഞു നിർത്തിയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാവലിംഗ് സിംഫണിയെ കുറിച്ചിട്ടാണ്. അതായത് 20 വർഷങ്ങൾക്ക് ശേഷമുള്ള ട്രാവലിംഗ് സിംഫണിയെ കുറിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഓർഡർ ഉണ്ടാക്കിയിട്ട് ആ രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ടു ആൻഡ് ഫ്രോ ആണ് ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു നോവൽ. ഇനി നമുക്ക് ആർതർ ലിയാൻഡറിനെ കുറിച്ചിട്ട് പറയാം. അദ്ദേഹം കാനഡയിൽ ഡിലേനോ എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡിലാണ് ജനിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം ടൊറന്റോയിലേക്ക് മൂവ് ചെയ്യാണ്. ടൊറന്റോയിലേക്ക് വന്നിട്ട് ദെൻ ഹി ബിക്കംസ് ക്ലോസ് ഫ്രണ്ട്സ് വിത്ത് ക്ലാർക്ക് തോംസൺ. ക്ലാർക്ക് തോംസണുമായിട്ട് വളരെയധികം ക്ലോസ് ആവുകയും അദ്ദേഹത്തിന്റെ ആക്ടിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുകയും ടൊറന്റോയിൽ നിന്ന് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ദിവസം അമ്മ സജസ്റ്റ് ചെയ്തിട്ടാണ്, ആർത്തർ ലിയാൻഡറിന്റെ അമ്മ സജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടിയാണ്, അതായത് ഇറ്റ്സ് എ സ്മോൾ പ്ലേസ് ഐലൻഡ്, ടെലിനോ ഐലൻഡ് എന്ന് പറയുന്നത്, അവിടെ എല്ലാവർക്കും പരസ്പരം എല്ലാവരെയും അറിയാം. ഓക്കെ, ആ ഒരു രീതിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അമ്മ വെറുതെ ലിയാൻഡറിന്റെ അടുത്തോട്ട് ഒരു ലഞ്ചിന് വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം പിന്നെ മിറാൻഡ കെറോൾ ഇവര് രണ്ടുപേരും വളരെ ക്ലോസ് ആവുകയും തമ്മിൽ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. സോ ഷീ ഈസ് ദ ഫസ്റ്റ് വൈഫ് ഓഫ് ആർതർ. ദെൻ അവരുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ 3rd വെഡിങ് ആനിവേഴ്സറി ആണ്. ദർ വാസ് എ ഡിന്നർ പാർട്ടി അറ്റ് ദെയർ ഹോം ഇൻ ഹോളിവുഡ് ഹിൽസ്. ഹോളിവുഡ് ഹിൽസിൽ അവരുടെ വീട്ടിലൊരു 3rd ആനിവേഴ്സറി വെഡിങ് ആനിവേഴ്സറിയുടെ ഡിന്നർ പാർട്ടി ഉണ്ടായിരുന്നു. അതിൽ ക്ലാർക്ക് തോംസണും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ക്ലാർക്ക് തോംസണും മിറാൻഡ കെറോളുമായിട്ട് പരിചയപ്പെടുന്നത്. ഓക്കെ, മിറാൻഡ വളരെ ഈ ഒരു ആർത്തറിന്റെ മൂവി ഇൻഡസ്ട്രിയിലെ ഫ്രണ്ട്സുമായിട്ട്, ഷീസ് എൻ ആർട്ടിസ്റ്റ്, അപ്പോൾ ഈ ഒരു മൂവി ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്ത് പോവാൻ വളരെ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഷീ ഡിസ്കവേഴ്സ് ദാറ്റ് ആർത്തർ ഈസ് ഇൻ എ റിലേഷൻ വിത്ത് എലിസബത്ത് കോൾട്ടൺ. കൂട്ടത്തിൽ എലിസബത്ത് കോൾട്ടനും ഉണ്ടായിരുന്നു. മറ്റുള്ള എല്ലാവരും വീട്ടിൽ നിന്ന് പാർട്ടി കഴിഞ്ഞ് പോയെങ്കിലും എലിസബത്ത് കോൾട്ടൺ മാത്രം വീട്ടിൽ കുടിച്ച് വീട്ടിൽ തന്നെ ഒരു സോഫയിൽ കിടക്കുകയാണ് ചെയ്തത്. പിന്നീട് എലിസബത്ത് കോൾട്ടൺ മിറാൻഡയുടെ അടുത്ത് വരികയും കരയുകയും അവർ തമ്മിൽ റിലേഷൻ ആണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേ രാത്രി ജീവൻ ചൗധരി എന്ന് പറയുന്ന ഒരു പാപ്പരാജോ, അതായത് നമ്മുടെ ജീവൻ ചൗധരി, ആർത്തർ ലിയാൻഡറിന്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കാനും അതിനകത്ത് ഇമേജുകൾ, അതായത് ഫോട്ടോസ് പിക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവരെ എപ്പോഴും ഇവരെ ഫോളോ ചെയ്ത് വീടിന് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മിറാൻഡയുടെ വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സ്മോക്ക്, ഒരു പഫ് എടുത്ത് നിൽക്കുന്ന മിറാൻഡയുടെ ഫോട്ടോ എടുക്കുകയും അത് അദ്ദേഹം പത്രത്തിൽ പബ്ലിഷ് ചെയ്യുകയും, എന്നുവെച്ചാൽ ആ ഒരു ഫോട്ടോ അവരുടെ ഡിവോഴ്സിന്റെ സമയത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ വിഷമിച്ച മിറാൻഡ കെറോള് ഒരു സ്മോക്ക് ചെയ്യുന്നു തെരുവുകളിൽ നിന്നുകൊണ്ട്, അത് എത്ര വലിയ വീട്ടിൽ നിന്ന് തെരുവിൽ ഇറങ്ങി സ്മോക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ക്യാപ്ഷനോട് കൂടി പത്രത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ ഡിവോഴ്സ് ആവുകയും ചെയ്യുന്നുണ്ട്. Next is changes in careers and relationships. Okay, ജീവൻ ചൗധരി dislikes being a paparazzo. കാരണം മിറാൻഡ കെറോൾ എന്ന് പറയുന്ന ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ പറ്റിച്ചാണ് അദ്ദേഹം അന്ന് ആ ഒരു ഫോട്ടോ കാണിച്ച് അദ്ദേഹത്തിന്റെ ഏർണിംഗ് അന്ന് കണ്ടുപിടിച്ചത്. അതുപോലെ ഒരുപാട് പേരെ അദ്ദേഹം സെലിബ്രിറ്റീസിന്റെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം ഈ ജോലിക്കൊള്ളില്ല എന്ന് ഉള്ളിൽ തോന്നുകയും ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാവുകയും അതിനുശേഷം അദ്ദേഹം ഒരു എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റ് ആവുകയും ചെയ്യും. ഈ ഒരു ടൈമിലാണ് ആർത്തർ ലിയാൻഡറിന്റെ രണ്ടാമത്തെ വൈഫിനെ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം അദ്ദേഹത്തിന് വരുന്നത്. ആ സമയത്ത് ആർത്തർ ലിയാൻഡറിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഒരു വിക്ടോറിയ എന്ന് പറഞ്ഞിട്ടൊരു
ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ലേഡി, ഡെല്ലിനോ ഐലൻഡിലെ. അവർക്ക് ഒരു ഡയറി എന്നുള്ള കണക്കെ ഒരുപാട് ലെറ്റേഴ്സ് ലൈഫ് പേഴ്സണൽ ലൈഫിനെ സംബന്ധിച്ച് ആർത്തർ എഴുതിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് എല്ലാം കൂടി ചേർത്ത് വെച്ച് ആ ഡിയർ വി ഓർ ഡിയർ വിക്ടോറിയ അതെല്ലാം കൂടി ചേർത്ത് വെച്ച് ആർത്തർ ലിയാൻഡറിന്റെ പേരിൽ ഒരു പുസ്തകമാക്കി മാറ്റും. അത് പക്ഷെ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ആർതറിനോട് അവർ പറയുകയും, എന്നാൽ ആർതർ പേഴ്സണൽ കാര്യങ്ങൾ മനസ്സിലുള്ളതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് രണ്ടാമത്തെ ഭാര്യയെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും, അത് രണ്ടാമത്തെ ഡിവോഴ്സിലേക്ക് നയിക്കുകയും ചെയ്യും. അത് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നതും ജീവൻ ചൗധരിയാണ്. അപ്പോൾ ആഫ്റ്റർ ഡിവോഴ്സിങ് മിറാൻഡ, ആർതർ മാരീസ് എലിസബത്ത് കോൾട്ടൺ. എലിസബത്ത് കോൾട്ടൺ അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു സൺ ഉണ്ടാവും, അതാണ് ടൈലർ ലിയാൻഡർ. After that, Arthur divorces Elizabeth and later marries an actress named Lydia Marx. Then Elizabeth and Taylor moves to Israel. Next is Arthur's final performance in Acts of Connection. Okay, ആർത്തറിന്റെ ഫൈനൽ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ് പിന്നീട് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആർതർ പ്ലേസ് കിങ് ലിയർ ഇൻ എ സ്റ്റേജ് പ്രൊഡക്ഷൻ ഇൻ ടൊറന്റോ. മിറാൻഡ വിസിറ്റ്സ് ഹിം, അതായത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആർത്തറിന്റെ അച്ഛൻ മരിച്ചു എന്ന് മിറാൻഡയെ അറിയിക്കുകയും മറ്റാരേക്കാട്ടിലും താൻ ക്ലോസ് ആയിട്ടുള്ളത് മിറാൻഡയോടാണ് എന്ന് മിറാൻഡയോട് പറഞ്ഞതനുസരിച്ച് മിറാൻഡ ആർത്തറെ സമാധാനിപ്പിക്കാൻ വേണ്ടി വരികയും ചെയ്യും. ആ സമയത്താണ് മിറാൻഡ ഈ രണ്ട് ഡോക്ടർ 11 എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുള്ള സ്റ്റേഷൻ 11ന്റെ 2 കോപ്പി ആർത്തർ ലിയാൻഡറിന് കൊടുക്കുന്നത്. ഈ സമയത്ത് ആ മുറിയിൽ പടം വരയ്ക്കാനും മറ്റുമായിട്ട് വരുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ് ക്രിസ്ത്യൻ റെയ്മണ്ട്. അതിനകത്ത് ഒരു കോപ്പി ക്രിസ്ത്യനും ഒരു കോപ്പി സ്വന്തം മകനായിട്ടുള്ള ടൈലറിനുമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഹി സെൻസ് 1 കോപ്പി ഓഫ് ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട്. ദെൻ ആർത്തേഴ്സ് ഡെത്ത് ആൻഡ് ദ റൈസ് ഓഫ് ദ ജോർജിയ ഫ്ലൂ. ആർത്തർ മരിക്കുന്ന രാത്രിയാണ് ജോർജിയ ഫ്ലൂ ഇത്രയധികം പരന്ന് ഭയങ്കരമായിട്ട് കണ്ടീജിയസ് ആയി മാറുന്നത്. ജീവൻ ഈ ഒരു എന്റർടൈൻമെന്റ് സെക്ടറും വിട്ടതിന് ശേഷം അദ്ദേഹം ഒരു പാരാമെഡിക് കോഴ്സിൽ ട്രെയിനിങ് എടുക്കുകയും അതിൻ്റെ ഒരു പ്രാക്ടീഷണറായി മാറുകയും കിങ് ലിയർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർത്തർ മരിക്കുമ്പോൾ ജീവനാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത്. പക്ഷെ അത് ഫെയിൽ ആവുകയും അത് വർക്ക് ആവുന്നില്ല. അവിടെ നിന്ന് ക്രിസ്ത്യൻ റേമണ്ടിനെ നന്നായിട്ട് സമാധാനിപ്പിക്കുകയും അതിനുശേഷം ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽസും അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗേൾ ഫ്രണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും. ഈ ഒരു ടൈമിനുള്ളിൽ പുറത്തിറങ്ങുമ്പോൾ മഞ്ഞ് വീഴുന്ന ആ രാത്രി അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിന് ജേർണലിസ്റ്റ് ഫ്രണ്ട് വിളിച്ചു പറയുന്നത് ഒരു ഫ്ലൂ വന്നിട്ടുണ്ട് നോർത്ത് അമേരിക്കയിൽ, അത് വളരെ കണ്ടേജിയസ് ആണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാൻ. അപ്പം ഫ്രാങ്കിന് നടക്കാൻ പാടില്ലാത്തതുകൊണ്ട് പാരാലജിക് ആയതുകൊണ്ട് അദ്ദേഹം ഫ്രാങ്കിന് വേണ്ടിയിട്ട് എല്ലാ എസെൻഷ്യൽ സാധനങ്ങളും വാങ്ങി സ്റ്റോക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാം എന്നുള്ള രീതിക്ക് അവിടെ വരികയും താമസിക്കുകയും ഒരു 99% ആൾക്കാരെയും ഈ ഒരു ഫ്ലൂ കൊല്ലുകയും ഒരു കൊളാപ്സ് എന്നുള്ള പേരിൽ പിന്നീട് അത് അറിയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലൂവിൽ മലേഷ്യയിൽ വെച്ച് മിറാൻഡ മരിക്കുന്നു, എലിസബത്തും ടൈലറും ക്ലർക്കും. ഓക്കെ, അവർ 3 പേരും ആർത്തർ ലിയാൻഡറിന്റെ ഫ്യൂണറലിൽ പങ്കെടുക്കാൻ ഫ്ലൈറ്റിൽ വരികയും എയർപ്ലെയിനിൽ വരികയും അവര് സാവോൺ സിറ്റി എയർപോർട്ടിൽ എല്ലാ എയർപോർട്ടും ക്ലോസ് ചെയ്തു എന്നും എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്നും ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവര് സാവോൺ സിറ്റി എയർപോർട്ടിൽ ഹെൽഡപ്പ് ആവുകയും ചെയ്യും, അവരവിടെ പെട്ടുപോവുകയും ചെയ്യും. ഈ ഒരു പാൻഡമിക്കിന് ശേഷം അവരൊരുമിച്ച് ജീവിക്കുന്ന ഈ ഒരു സാവോൺ സിറ്റി എയർപോർട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു പറ്റം ജനങ്ങളെല്ലാം കൂടി സാവോൺ സിറ്റി എയർപോർട്ട് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്.
അവര് 3 പേരും സർവൈവ് ചെയ്യും. ഇതിനകത്ത് എലിസബത്ത് വിചാരിക്കുന്നത്, അതായത് ആർതർ ലിയാൻഡറിന്റെ രണ്ടാമത്തെ വൈഫ് എലിസബത്ത് വിചാരിക്കുന്നത് ഇതൊരു ഡിവൈൻ ജഡ്ജ്മെന്റ് ആണെന്നും തങ്ങൾ അതിൽ താനും മകനും അതിൽ രക്ഷപ്പെട്ടത് എന്തോ ഒരു റീസൺ, ദൈവത്തിന്റെ എന്തോ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് എന്നും തങ്ങളാണ് ഈ ലോകത്തിനെ സംരക്ഷിക്കേണ്ട ആൾക്കാരെന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആൾക്കാരെന്നും എന്നും ബിലീവ് ചെയ്ത് ചിന്തിച്ച് പുതിയൊരു കൾട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പുതിയൊരു റിലീജിയസ് കൾട്ട്, പുതിയൊരു മതവിഭാഗം അവരുണ്ടാക്കുകയും പിന്നീട് അവരവിടുന്ന് ഈ ഒരു റിലീജിയസ് കൾട്ടുമായിട്ട് ഒരു ഈ ഒരു മതവിഭാഗമായിട്ട് അവർ പിന്നീട് അവിടുന്ന് വാണ്ടറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലായിടവും ഇങ്ങനെ what we say പാണനെ പോലെ ഇങ്ങനെ എല്ലാ നാട്ടിലും നടക്കുന്ന ആൾക്കാരെയാണ് ടൂർ ചെയ്യുന്ന ആൾക്കാരെയാണ് വാണ്ടറേഴ്സ് എന്ന് പറയുക. അത്തരത്തിൽ ഒരു വാണ്ടറിങ് ഗ്രൂപ്പായിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ക്ലർക്ക് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ക്ലർക്ക് അവിടെ തന്നെ നിന്ന് ആ ഒരു എയർപോർട്ട് ഒരു മ്യൂസിയം ഓഫ് സിവിലൈസേഷൻ ആക്കി മാറ്റുകയും പഴയ കാര്യങ്ങളെല്ലാം ഇനി വരുന്ന തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി അദ്ദേഹം അതെല്ലാം പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ജീവന്റെ കഥയിലേക്ക് വരാം. കുറേ നേരം, അതായത് നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ജീവന്റെ കഥ നിർത്തിയതിന് ശേഷം പിന്നീട് നമ്മൾ ചിന്തിക്കുന്ന രീതി, അതായത് ജീവന്റെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ക്യൂരിയസ് ആവുന്ന രീതിയിലാണ് കഥ പോകുന്നത്. കാരണം പിന്നീട് അവിടെ എവിടെയും ജീവന്റെ കഥ പറയുന്നില്ല. അതിന് സിംഫണിയുടെ കഥ പറയുന്നുണ്ട്, ഈ ഒരു ട്രാവലിംഗ് ഗ്രൂപ്പിന്റെ കഥ പറയുന്നുണ്ട്, പ്രൊഫറ്റിന്റെ കാര്യം പറയുന്നുണ്ട്, മിറാണ്ടയുടെയും ആർത്തർ ലിയാണ്ടറിന്റെ ഒക്കെ കഥ പറയുന്നുണ്ട്. അപ്പോഴൊന്നും ജീവന്റെ കാര്യം പറയുന്നില്ല. പിന്നീട് ഒരു ചാപ്റ്ററിൽ ജീവന്റെയും ഫ്രാങ്കിന്റെയും കഥ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഈ ഒരു ജോർജിയ ഫ്ലൂവിനെ സർവൈവ് ചെയ്യുന്നുണ്ട്. പതുക്കെ പതുക്കെ അവരുടെ കയ്യിലിരിക്കുന്ന ഫുഡും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ തീർന്ന് വരുമ്പോൾ ജീവന് താൻ മൂലം സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ, മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ഫ്രാങ്ക് സൂയിസൈഡ് ചെയ്യും. ആ അപ്പാർട്ട്മെന്റിൽ തന്നെ സൂയിസൈഡ് ചെയ്യും. അങ്ങനെ ബ്രദർ മരിച്ചതിന് ശേഷം ജീവൻ അവിടുന്ന് പതുക്കെ ഇറങ്ങി ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിനകത്ത് ട്രാവലാണ് കൂടുതലായിട്ട് വരുന്നത്. എല്ലാവരും ഒരിടത്തുനിന്ന് ഇങ്ങനെ മറ്റൊരിടത്തേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരിടങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പറ്റുന്നവർ അങ്ങനെ സെറ്റിൽ ചെയ്യുക, അല്ലാത്തവർ പിന്നെയും ട്രാവൽ ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് ഈ കഥയിൽ മുഴുവനായിട്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെ ജീവൻ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് മക്കിൻലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുകയും അവിടെ അദ്ദേഹം ഒരു ഡോക്ടറായി മാറുകയും കല്യാണം കഴിച്ച് 2 പിള്ളേരൊക്കെ ആയിട്ട് സോഷ്യൽ സർവീസിനായി ജീവിക്കുകയുമാണ് ഇതിനകത്ത് മൊത്തത്തിൽ ജീവൻ ചൗധരിയുടെ കഥ പറയുന്നത്. ഈ ഒരു സ്ലൈഡിന്റെ റൈറ്റ് സൈഡ് അപ്പർ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് പോലെ ട്രാവലിംഗ് സിംഫണി എങ്ങനെയാണ്, അതായത് പഴയ ട്രക്കൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ ഓടിക്കാനായിട്ട് ഡീസൽ ഇല്ല, അല്ലെങ്കിൽ വണ്ടി എൻജിനും മറ്റു കാര്യങ്ങളൊന്നുമില്ല, അതിന് ടെക്നോളജി ഒന്നും വർക്ക് ആവില്ല, മെക്കാനിസം ഒന്നും വർക്ക് ആവില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു എന്നാൽ ഒരു കാറിന്റെ ബോഡിയും വെക്കും, എൻ്റെ ഫ്രണ്ടിൽ 2 കുതിരയും പൊട്ടും. അങ്ങനെ അവര് പോവാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മോഡേൺ ആൻഡ് ഏൻഷ്യന്റ് സിവിലൈസേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തില് ടൊറന്റോയില് ക്രിസ്ത്യൻ റെയ്മണ്ടും ബ്രദറും എങ്ങനെയൊക്കെയോ ഈ ഒരു ജോർജിയൻ ഫ്ലൂവിൽ നിന്ന് രക്ഷപ്പെടുകയും, പക്ഷേ ഇവര് സർവൈവലിന് വേണ്ടി മറ്റൊരിടത്തേക്ക് പോകുന്നതിനിടയ്ക്ക് ക്രിസ്ത്യൻ റെയ്മണ്ടിന്റെ ബ്രദർ മരിക്കുകയും ക്രിസ്ത്യൻ റെയ്മണ്ട് ട്രാവലിംഗ് സിംഫണിയിൽ ജോയിൻ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ലോകത്ത് മുഴുവൻ നടന്ന് ഷേക്സ്പിയറിന്റെ നാടകങ്ങളും കവിതകളും മ്യൂസിക്കും ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 20 വർഷത്തിന് ശേഷം സെയിന്റ് ഡിബോറ ബൈ ദ വാട്ടർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവരെത്തുകയാണ് ചെയ്യുന്നത്. ഈ സിംഫണി, ട്രാവലിംഗ് സിംഫണി, അവിടെ പണ്ട് ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അവരുടെ
ഗ്രൂപ്പിലുണ്ടായിരുന്ന ചാർലിയും ജെറമിയും. ഓക്കെ, അവരെ ചാർലി ലേഡിയാണ്, അപ്പൊ അവര് പ്രഗ്നന്റ് ആയിരുന്നത് കൊണ്ട് അവർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവര് രണ്ടുപേരെയും അവർ സേഫ് ആയിട്ടുള്ള ഇടത്ത് ഉപേക്ഷിക്കുകയും ഞങ്ങൾ ഇത്ര വർഷത്തിന് ശേഷം ഇനിയും ഇങ്ങോട്ട് വരികയും ആ വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യാം, ആ സമയത്ത് ഞങ്ങളുടെ കൂടെ പിന്നെയും ജോയിൻ ചെയ്യാമെന്നുള്ള ഉറപ്പിന്റെ പേരിൽ ഇവര് ട്രാവലിംഗ്സിന് വേണ്ടി അടുത്തടുത്തേക്ക് യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ വെൻ ദേ കംസ് ബാക്ക്, അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചാർലിയും ജെറമിയും അവിടെ കാണുന്നില്ല. ഒരുപാട് അവരവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. പലരിടത്തും ചോദിക്കാനൊക്കെ പോകുമ്പോൾ ആരും ഇവർക്ക് ചെവി കൊടുക്കാത്ത പോലെ, ഇവർ പറയുന്നത് ശ്രദ്ധിക്കാത്ത പോലെ, ആരെയോ ഭയക്കുന്നത് പോലെ, ഒന്നും ഉത്തരം നൽകാത്തത് പോലെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ആരും കൃത്യമായിട്ടൊരു ഉത്തരം പറയുന്നില്ല. അന്ന് രാത്രി അവരവിടെ പെർഫോം ചെയ്യുമ്പോൾ, കിങ് ലിയർ പെർഫോം ചെയ്യുമ്പോഴാണ് പ്രൊഫറ്റ് ആദ്യമായിട്ട് അവിടെ വരുന്നത്. പ്രൊഫറ്റ് വരുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു പ്രൊഫറ്റാണ് ഈ നാട് ഭരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇവിടെ എല്ലാം ഉള്ളത്, അതുകൊണ്ടാണ് ഇവരാരും തങ്ങളോട് ഒന്നും സംസാരിക്കാത്തത് എന്ന് മനസ്സിലാക്കുകയാണ്. പ്രൊഫറ്റ് ഇവരോട് വേഗം പൊക്കോളാൻ, ഇവിടുന്ന് എങ്ങനെയോ നിങ്ങൾ പൊക്കോ, ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് കർശനമായി നിർദ്ദേശിക്കുകയും ഇവരവിടുന്ന് ആ രാത്രി തന്നെ പെട്ടെന്ന് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരെങ്ങനെയൊക്കെയോ മനസ്സിലാക്കും ഈ പ്രൊഫറ്റ് വരുന്നത് സെവോൺ സിറ്റി എയർപോർട്ടിൽ നിന്നാണ്, ആ ഒരു കൾച്ചറിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എന്ന് മനസ്സിലാക്കുകയും പോകുന്ന വഴി മുഴുവനും അവർ ചാർലി ജെറമിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ പോകുന്ന വഴിക്ക് ഓരോരുത്തരെ ആയിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവസാനം ക്രിസ്ത്യനും ഓഗസ്റ്റ് എന്ന് പറയുന്ന അവളുടെ ഏറ്റവും വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് മാത്രമായി അവസാനം വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് മുൻപേ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്, നിങ്ങളത് അവോയ്ഡ് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. ഇതാണ് പ്രൊഫറ്റിനെ കുറിച്ച് പറയുന്നത്. ഈ പ്രൊഫറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ എലിസബത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ പ്രൊഫറ്റ് കരുതുന്നത് ദൈവത്തിന്റെ എന്തോ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നും ഈ ഫ്ലൂവിനെയൊക്കെ അതിജീവിച്ച് ജീവിക്കുന്നതെന്നും ലോകത്ത് പോപ്പുലേഷൻ കൂട്ടാനുള്ള, അതായത് 99% പോപ്പുലേഷനും നഷ്ടപ്പെട്ടു പോയി, നമുക്ക് ഇല്ല, എല്ലാവരും മരിച്ചുപോയി, ഇനി പോപ്പുലേഷൻ കൂട്ടാനുള്ള ഉത്തരവാദിത്തം ലോകത്ത് ദൈവം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വസിക്കുന്ന കോൺസെപ്റ്റും അതാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ കുഞ്ഞു പെൺകുട്ടികളെയും അദ്ദേഹത്തിന്റെ ഭാര്യമാരായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. ഓക്കെ, പെട്ടെന്ന് അവര് പെർഫോം ചെയ്യുന്ന അന്ന് തന്നെ രാത്രി പ്രൊഫറ്റ് അവിടുന്ന് നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാൻ പറയുകയും ഇടയ്ക്ക് നമ്മൾ ചാർലിയുടെയും ജെറമിയുടെയും കാര്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. കുറച്ച് ദൂരം ഇവര് ആ രാത്രി തന്നെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ ആണ് മനസ്സിലാക്കുന്നത് തങ്ങളുടെ കൂട്ടത്തിൽ ആ പെൺകുട്ടി ഉണ്ട് എന്ന്. കാരണം 2-3 വണ്ടികളിലായിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ ഒരു വണ്ടിയിൽ ആ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് എലനോർ എന്നാണ് എന്ന് മനസ്സിലാക്കുകയും പ്രൊഫറ്റിന്റെ അടുത്ത് നിന്ന് അവൾ രക്ഷപ്പെട്ട് വരികയുമാണെന്ന് മനസ്സിലാക്കുന്നത്. അവളെടുത്ത് ചോദിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവള് ദൈവത്തിന്, അതായത് ആ പെൺകുട്ടി ദൈവത്തിന് പ്രോമിസ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈഫാണ് എന്ന് മനസ്സിലാക്കുകയും ഇത്രയും ചെറിയ പെൺകുട്ടികളെയാണോ പ്രൊഫറ്റ് വൈഫ് ആക്കുന്നത് എന്നുള്ളൊരു അത്ഭുതവും ഒരു നിരാശയും അങ്ങനെയുള്ള ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് വരുന്നുണ്ട്. ഈ പെൺകുട്ടിയെ പിടിക്കാനായിരിക്കണം പ്രൊഫറ്റിന്റെ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ആരെയൊക്കെയോ ഇങ്ങനെ ഇവരുടെ മെമ്പേഴ്സിനെ ഓരോരുത്തരെയായിട്ട് പിടിച്ചുകൊണ്ട് കിഡ്നാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നില്ല, കുറച്ചു നേരം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് പ്രൊഫറ്റിന്റെ ആൾക്കാരാണ്, അവര് പിടിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് ചില മെമ്പേഴ്സ് ഇതിനിടയ്ക്ക് മിസ്സായി പോയത് എന്ന് മനസ്സിലാക്കുന്നത്. അവർക്ക് എങ്ങനെയോ ചാർലിയും ജെറമിയും മ്യൂസിയം ഓഫ് സിവിലൈസേഷനിലുണ്ട്, അല്ലെങ്കിൽ സെവൻ സിറ്റി എയർപോർട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവരത് ലക്ഷ്യമാക്കി നടക്കുകയും ചെയ്യും. പക്ഷെ ഏതോ ഒരു മൊമെന്റില്
ക്രിസ്ത്യനും ഓഗസ്റ്റ് എന്ന് പറയുന്ന അവളുടെ ഫ്രണ്ടും തന്നെയായി മാറും. ബാക്കി ഗ്രൂപ്പിനെ ആരെയും കാണുന്നില്ല. ഇവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ എല്ലാവരും മരിച്ചുപോയി, നമ്മൾ യാത്ര ചെയ്യാണ്. അപ്പൊ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ ഉണ്ടാവും. ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടാവും, സ്കൂള്, അവിടെയൊക്കെ ഇവർ കയറി കയറിയാണ് യാത്ര ചെയ്യുന്നത്. കാരണം സാധനങ്ങൾ വാങ്ങിക്കാൻ കടയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയൊക്കെയാണ് ഇവർ കളക്ട് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നത്. അങ്ങനെയൊരു സിറ്റുവേഷനും നമ്മൾ ഇതിനകത്ത് ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് സാവോൺ സിറ്റി എയർപോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആർത്തറിന്റെ മരണത്തിന് ശേഷം ക്ലാർക്ക് തോംസൺ, അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്ലാർക്ക് തോംസൺ എലിസബത്തിനെ അത് ഇൻഫോം ചെയ്യുകയും എലിസബത്തും മകനും കൂടി ടൊറന്റോയിലേക്ക് വരികയും, പക്ഷെ വരാൻ വഴിക്ക് വെച്ച് അവര് സാവോൺ സിറ്റി എയർപോർട്ടിൽ സ്റ്റക്ക് ആവുകയും അവിടെ അദ്ദേഹം, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളാണ്, ലൈൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയണ്ട. അവസാനം ക്രിസ്റ്റനും ഓഗസ്റ്റും സെയ്ദ് എന്ന് പറയുന്ന ഒരു ഇവരുടെ ഒരു ട്രൂപ്പ് മെമ്പർ കൂടിയുണ്ട്. അദ്ദേഹത്തിനെ പ്രൊഫറ്റിന്റെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ സെയ്ദിനെ ക്രിസ്ത്യനും ഓഗസ്റ്റും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ട്. ആ ഒരു മൊമെന്റിലാണ് മനസ്സിലാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയവരെല്ലാം പ്രൊഫറ്റിന്റെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയതാണെന്നും ഡയറ്റർ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലൊരു മെമ്പറിനെ പ്രൊഫറ്റ് കൊന്നുകളഞ്ഞു എന്നും ഒക്കെ ഇവർ മനസ്സിലാക്കുന്നത്. ക്രിസ്ത്യൻ പിന്നീട് ക്രിസ്ത്യനെ പിന്നീട് പ്രൊഫറ്റ് പിടിക്കുകയും അവര് രണ്ടുപേരും സ്റ്റേഷൻ 11 കുറച്ച് കോഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിറാൻഡ കരോളിന്റെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെറ്റ് ഡോഗ്. അതിന്റെ പേര് ലുലി എന്നായിരുന്നു. ഇതേ പേര് തന്നെയാണ് പ്രൊഫറ്റിന്റെ പെറ്റ് ഡോഗിന്റെ പേരും. അപ്പൊ എന്തോ ഒരു കണക്ഷൻ നമുക്ക് ആദ്യമേ പ്രൊഫറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എവിടെ നിന്നാണ് എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. കാരണം ഈ പ്രൊഫറ്റ് എന്ന് പറയുന്നത് ആർത്തർ ലിയാൻഡറിന്റെ മകൻ ടൈലർ ലിയാൻഡർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കൾട്ടിനെ ലീഡ് ചെയ്യുന്നത് ടൈലർ ലിയാൻഡറും അദ്ദേഹത്തിന്റെ അമ്മ എലിസബത്തും കൂടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇതേ ലുലി എന്ന് പറയുന്ന പട്ടിക്കുട്ടിയുടെ പേര് അല്ലെങ്കിൽ പെറ്റ് ഡോഗിന്റെ പേര് മിറാൻഡ കെറോള് അവരുടെ സ്റ്റേഷൻ 11 എന്ന് പറയുന്ന പുസ്തകത്തിലും അതേ പേർപ്പസിന് വേണ്ടി ഒരു പെറ്റ് ഡോഗിന്റെ പേരായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം മിറാൻഡ കെറോളിന്റെ ഏറ്റവും ഫേവറേറ്റ് പെറ്റ് ഡോഗ് ആയിരുന്നു ലുലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു മിറാൻഡ കെറോൾ കൊണ്ടുവന്ന ഒരു കോപ്പി ക്രിസ്ത്യനും ഒരു കോപ്പി ടൈലറിനുമാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ക്രിസ്ത്യനും ടൈലറും തമ്മിൽ സംസാരിക്കുമ്പോൾ അണ്ടർസീയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ടൈലർ ലിയാൻഡർ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. കാരണം തനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ഈ ക്രിസ്ത്യൻ പറയുന്നത് എന്നാണ് ടൈലർ മനസ്സിലാക്കുന്നത്. പക്ഷേ ടൈലർ ലിയാൻഡറിന്റെ ടോർച്ചർ സഹിക്കാൻ പാടില്ലാതെ ഒരു കൾട്ട് മെമ്പർ ടൈലർ ലിയാൻഡറിനെ കൊല്ലുകയും പിന്നീട് ആ പുതിയ ആള് പറയുന്ന രീതിയിലാണ് ഈ ഒരു കൾട്ട് പോകുന്നത്. ഓക്കെ, ക്രിസ്ത്യനും ഓഗസ്റ്റും മ്യൂസിയം ഓഫ് സിവിലൈസേഷൻ അല്ലെങ്കിൽ സാവോൺ സിറ്റി എയർപോർട്ടിൽ അവരെത്തുകയും ചാർലിയും ജെറമിയും ട്രാവലിംഗ് സിംഫണി അവരെല്ലാവരും കൂടി കണ്ടുമുട്ടുകയും ചെയ്യും. അവസാനം ക്ലാർക്ക് തോംസൺ മനസ്സിലാക്കും ക്രിസ്ത്യന് ആർത്തറിന് അറിയാമെന്നും പ്രൊഫറ്റ് എന്ന് പറയുന്നത് ആർത്തറിന്റെ മകൻ ടൈലർ ആണ് എന്നൊക്കെ ക്ലാർക്ക് മനസ്സിലാക്കും. പിന്നീട് അവർ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ടെലിസ്കോപ്പിലൂടെ ക്ലാർക്ക് ക്രിസ്ത്യനെ ദൂരെ ഒരു സിറ്റിയിൽ ലൈറ്റ്സ് വരുന്നുണ്ട്, അത് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഇലക്ട്രിക് ലൈറ്റ്സ് ആണ് എന്ന് അവര് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യന്. അപ്പൊ ലോകം പഴയപടി തന്നെ തിരിച്ച് ഇനിയും അതേ സിവിലൈസേഷനിലോട്ട് പോകും എന്നുള്ളൊരു ഹോപ്പാണ് അവിടെ നൽകുന്നത്. അവര് ക്രിസ്ത്യന്റെ കയ്യിലുള്ള സ്റ്റേഷൻ 11 കോപ്പി ക്ലാർക്കിന് കൊടുത്ത്, കാരണം ക്ലാർക്കാണ് സിവിലൈസേഷൻ പ്രിസർവ് ചെയ്യുന്നത്, കൾച്ചർ പ്രിസർവ് ചെയ്യുന്ന ആള്. അതുകൊണ്ട് ആ ഒരു കോപ്പി ക്ലാർക്കിന് കൊടുക്കുകയും
അത് ക്ലാർക്ക് കൂടെയുള്ള എല്ലാവർക്കും വായിച്ചു കൊടുക്കുകയും അത് വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. കാരണം പണ്ടത്തെ ഒരുപാട് ഇൻസിഡന്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഒരു 4-5 ആഴ്ചകൾക്ക് ശേഷം ക്രിസ്ത്യൻ സിംഫണിയുടെ കൂടെ, ട്രാവലിംഗ് സിംഫണിയുടെ കൂടെ പുതിയ ടൗൺ തേടി യാത്ര പുറപ്പെടും. ക്ലാർക്ക് ഇനി ഫ്യൂച്ചർ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഹോപ്പുമായിട്ട് ഇരിക്കുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. കുറച്ച് കീ പോയിന്റ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. ജോർജിയ ഫ്ലൂയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വലിയൊരു പാൻഡമിക് ആണ്, എല്ലാവരും നശിപ്പിച്ചു കളയുന്ന, ഡിസ്ട്രോയ് ചെയ്യുന്ന, പോപ്പുലേഷൻ മുഴുവനും, സിവിലൈസേഷൻ മുഴുവനും നശിപ്പിച്ചു കളയുന്ന ജോർജിയ ഫ്ലൂയെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തത് ബിഗിനിങ്ങിൽ തന്നെ, നോവലിന്റെ തുടക്കത്തിൽ തന്നെ വരുന്ന ആർത്തർ ലിയാൻഡറിന്റെ ഡെത്ത് ആണ്. കാരണം അവിടെ തൊട്ടാണ് പാൻഡമിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു. ദെൻ ട്രാവലിംഗ് സിംഫണിയെ കുറിച്ച് പറയുന്നു. ട്രാവലിംഗ് സിംഫണി എന്ന് പറയുന്നത് ആക്ടേഴ്സും മ്യൂസീഷ്യൻസും എല്ലാവരും കൂടി ചേർന്ന് പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് ഒരു ഇറയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു കൊളാപ്സിന് ശേഷമുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണ്ട് ഇങ്ങനെയും കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, കൾച്ചർ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് ട്രാവലിംഗ് സിംഫണി. ദെൻ ക്രിസ്ത്യന്റെ ജേണി നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്ന, കാരണം വളരെ സന്തോഷമായിട്ട് ജീവിച്ച ഒരു ഫാമിലിയിൽ മെമ്പേഴ്സ് പലയിടങ്ങളിലായിട്ട് മരിച്ചു കിടക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് രസകരമായിട്ട് എന്നാൽ വളരെ ടച്ചിങ് ആയിട്ട് ആണ് ഇതിലെല്ലാം എലിസബത്ത് മാൻഡൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്രൊഫറ്റ് ആണ്. പ്രൊഫറ്റുമായിട്ട് ട്രാവലിംഗ് സിംഫണിക്ക് വരുന്ന ആ ഒരു എൻകൗണ്ടർ, അവരുടെ ഒരു എതിർപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ആർട്ടിന്റെ ഒരു പവറിനെ കുറിച്ചിട്ട് പലയിടങ്ങളിലായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. എന്തൊക്കെ നശിച്ചു പോയാലും ആർട്ട് പിന്നെയും സർവൈവ് ചെയ്യുന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ കഥ പറച്ചിലിന്റെ രീതി എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ആണ്. അതായത് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത് പഴയ കാര്യമായിരിക്കും, പിന്നെ അതിന് തൊട്ട് ശേഷമുള്ളതായിരിക്കും, പിന്നെ പറയുന്നത് പണ്ടത്തെ കാര്യമായിരിക്കും, പിന്നീട് ഏറ്റവും പുതിയ കാര്യം പറയും. അങ്ങനെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഓടിച്ചുകൊണ്ട് നമ്മളെ ഓർമ്മയെ കുറച്ച് അങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് ചാഞ്ചാടി പറയുന്ന ഒരു നോൺ ലീനിയർ നറേഷൻ ആണ് ഇതിനകത്ത് വരുന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ നോവൽ സ്റ്റേഷൻ 11. താങ്ക് യു.